ഹായ്, ജെസിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മളെ വീട്ടിൽ കടന്നുപോയ ബീനമ്മ, അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ അമ്മ, ആ അമ്മയെക്കുറിച്ച് 2 വാക്ക് വീഡിയോ ആയിട്ട് പറയാനാണ് ഇന്നത്തെ വീഡിയോ. ഈ ബീനമ്മ ഏകദേശം ഈ ബീനമ്മയ്ക്ക് എനിക്കും തങ്ങളിൽ 3-3.5 വർഷത്തെ പരിചയമുണ്ട്. ഡോക്ടർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഡോക്ടർക്ക് വേണ്ടി കമൻ്റ് ഇടുക, പിന്നെ ഡോക്ടറുടെ ഫോട്ടോസ് എവിടെ കണ്ടാലും അത് സ്ക്രീൻഷോട്ട് എടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുക, ഇതൊക്കെ കണ്ട് ബീനമ്മ 2-3 വ്യക്തികളോട് ആവശ്യപ്പെട്ടു എൻ്റെ നമ്പർ വേണമെന്ന്. ആ വ്യക്തികൾ എന്നോട് ഒരു ദിവസം വന്ന് പറഞ്ഞു, ജെസിയമ്മ ഇതുപോലെ ബീനമ്മ നമ്പർ ആവശ്യപ്പെടുന്നു, കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. സത്യത്തിൽ ഞാൻ ആകെപ്പാടെ അന്തം വിട്ടുപോയി. ബീനമ്മ എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റിയുടെ അമ്മയാണ്. അപ്പോൾ ബീനമ്മയെ പോലൊരു വ്യക്തി നമ്മുടെ നമ്പറൊക്കെ ചോദിക്കുകയെന്ന് പറയുമ്പോൾ എന്നെയൊക്കെ പോലുള്ളവർക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര അതിശയം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബീനമ്മയ്ക്ക് എൻ്റെ നമ്പർ കിട്ടി. നമ്പർ കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ബീനമ്മ എന്നെ വിളിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അന്നു മുതലുള്ള ഒരു ബന്ധമാണ് ബീനമ്മയും ഞാനുമായിട്ട്. അങ്ങനെ ഈ ഡോക്ടറുടെ പല കാര്യങ്ങൾ, പിന്നെ ഇങ്ങനെ ഡോക്ടർ വിദേശത്ത് പോകുന്നത്, അപ്പോൾ ഡോക്ടർക്ക് ഈ സന്തോഷകരമായ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ, സങ്കടം എന്തുണ്ടെങ്കിലും അമ്മ ഒരു മെസ്സേജ് അയക്കും. ഇത്രയും അമ്മ മെസ്സേജ് അയക്കും, ജെസിയമ്മേ പ്രാർത്ഥിക്കണേ മോന് വേണ്ടി. ആ അമ്മയ്ക്ക് ഇത്ര മാത്രമേ മോനെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ളൂ, മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിക്കും, ഇന്ന് എന്താണ് വിഷയം പ്രാർത്ഥിക്കാൻ? അത് ഇന്നവൻ ഇന്ന കാര്യത്തിന് പോവാണ്, അപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, പോകുന്ന കാര്യമൊക്കെ ഭംഗിയായിട്ട് നടക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ കുറേ മെസ്സേജ്. പക്ഷെ ഞാനുണ്ടല്ലോ, ഈ ആരുടെയും ഒരു മെസ്സേജോ വോയിസോ അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു പതിവ് എനിക്കില്ല. എനിക്ക് അങ്ങനെ വന്നാലും എൻ്റെ ഫോൺ സ്റ്റോറേജ് ഓവറായി പോകുമെന്ന് വിചാരിച്ച് ഞാൻ വന്ന് വായിച്ച് കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ക്ലിയർ ചാറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ഇവിടെ കാണിച്ചു തന്നെ. പിന്നെ എന്നാലും ബീനമ്മ എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ പരിചയപ്പെട്ട നാൾ മുതൽ കൃത്യമായിട്ട് എനിക്കൊരു വിഷ് ചെയ്തുകൊണ്ടൊരു മെസ്സേജ് അയക്കും. പക്ഷെ അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അത് ഇട്ടിട്ടുണ്ട്. അതുമാത്രമാണ് ബീനമ്മ എനിക്ക് അയച്ച മെസ്സേജുകൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റി. അത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിടന്നതുകൊണ്ട് അതെനിക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ബീനമ്മയ്ക്ക് അസുഖമൊക്കെ വരുന്നതിന് മുമ്പ്, കുറച്ച് ദിവസത്തിന് മുമ്പ് എപ്പോഴോ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. എന്താണ് അത്, ഇതുപോലെ തന്നെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്തോ ഒരു കാര്യത്തിന് പോകുന്നോ വരുന്നോ അത് എനിക്ക് ഓർമ്മയില്ല. ഞാനത് ക്ലിയർ ചാറ്റ് അടിച്ച് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു. പിന്നെ അതിനുള്ളൊരു റിപ്ലൈ ഞാൻ ബീനമ്മയ്ക്ക് കൊടുത്തു. ഏകദേശം അത് ഏപ്രിൽ മാസത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു റിപ്ലൈയും എനിക്ക് വന്നിട്ടേ ഇല്ല ബീനമ്മയുടെ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു, അത് ഇനി എൻ്റെ മെസ്സേജ് കാണാനിട്ടാണോ എന്താണോ. അപ്പോൾ അതൊക്കെ ബീനമ്മയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുടെ തുടക്കമായിരുന്നിരിക്കാം, അതായിരിക്കാം പിന്നെ ആർക്കും റിപ്ലൈ ഒന്നും കൊടുക്കാത്തത്. വേറൊരാളും മെസ്സേജ് ഇട്ട് അവർക്ക് റിപ്ലൈ കിട്ടിയില്ല എന്ന് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് ബീനമ്മയെക്കുറിച്ച് നല്ല ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ, ഡോക്ടറുടെ കല്യാണം വന്നപ്പോൾ ബീനമ്മ കല്യാണ ലെറ്റർ ഉൾപ്പെടെ അയച്ചു തന്നതും കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചതുമാണ്. ക്ഷണിച്ചതിൻ്റെ പ്രകാരം കല്യാണത്തിന് അവിടെ ചെന്നു. ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞാൽ, ബീനമ്മ നമുക്ക് എത്രയോ വർഷത്തെ പരിചയം പോലെയാണ് നമ്മളോട് ഇടപെട്ടത്. നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകും, ഫോട്ടോയ്ക്ക് നിർത്തുക, ഭക്ഷണം കഴിച്ചിട്ടേ പോകാമെന്ന് പറയാം. ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെടുത്തുക. എനിക്ക് സത്യത്തിൽ എനിക്ക് ചിരിയും വന്നു. എന്താന്ന് പറഞ്ഞാൽ ബീനമ്മ പറയുക, ഇതാരെന്നറിയോ, നമ്മുടെ ജെസിയമ്മയാണ്, ഞാൻ കാണിച്ചിരുന്നില്ലേ മെസ്സേജ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ദൈവം, ഈ എന്തൊരു സ്നേഹമാണ്, ഇത്രമാത്രം സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ ആരാണ് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട്. എത്രയും
സുഹൃത്തുക്കൾ എത്രയോ അവർക്കുണ്ട്. അവരെല്ലാവരെയും ഓർക്കുക, അവർക്ക് ഒരു മെസ്സേജ് അയക്കുക. അത് ബീനാമ്മയുടെ ഒരു ശീലം. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, പാവം എന്ന് പറഞ്ഞാൽ പാവത്തിൽ പാവം ഉണ്ടെങ്കിൽ അത് ബീനാമ്മയാണ്. അതുപോലെ തന്നെ തൻ്റെ സൗഹൃദ വലയങ്ങൾ അടുത്ത് ഒരുപാട് അങ്ങനെ സംസാരിച്ചില്ലെങ്കിലും അവരെ ഓർക്കുക. അവർക്കൊരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ അവർക്ക് നല്ല കാര്യങ്ങളൊന്നും അത് ഓർത്തൊരു മെസ്സേജ് അയക്കാനുള്ളൊരു മനസ്സ് എപ്പോഴും കാണിക്കും. അതുപോലെ തന്നെ പിന്നെ ബീനാമ്മയെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് വയ്യാഴികയൊക്കെ അങ്ങനെ ആയിരിക്കാം. എന്തായാലും ബീനാമ്മ പിന്നെ അസുഖബാധിതയായി ഈ ലോകം വിട്ടു പോയി. അപ്പോൾ ഡോക്ടറുടെ അച്ഛൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു, ബീനാമ്മ ഇങ്ങനെ പോയെന്ന്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും മോനോട് പറഞ്ഞ് അവിടം വരെ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പ്രകാരം ഞാൻ ഹസ്ബൻഡും കൂടെ അവിടെ ചെന്നപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ ആ സങ്കടത്തിൻ്റെ ഇടയിലും നമ്മളെ കണ്ട് ഓടി വരിക, നമ്മളോട് വിവരങ്ങൾ അന്വേഷിക്കുക. അമ്മ ഒരുപാട് അനുഭവിച്ചു, വേദനപ്പെട്ടു എന്നല്ല സങ്കടത്തോടെ നമ്മളെ പറയുക. നമ്മുടെ കണ്ണ് നിറയുമ്പോൾ നമ്മുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുക. ഡോക്ടറുടെ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റാറ്റസോ പദവിയോ അതൊന്നും കാണിക്കാതെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വളരെ സ്നേഹത്തോടെ നമ്മളോട് ഇടപെടുന്ന ആ അമ്മ വളർത്തിയതിൻ്റെ ആ ഗുണം തന്നെയാണ്. ആ അമ്മ ഇടപെടുന്നത് പോലെ അതേ സ്നേഹത്തോടെ ആ മകനും ഞങ്ങളോട് ഇടപെട്ടു. അവിടെ വന്ന ഓരോരുത്തരോടും അങ്ങനെ തന്നെയാണ്. ബീനാമ്മയുടെ കടന്നുപോക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ കല്യാണത്തിന് ചടുലതയോടെ ഓടി നടന്ന ഒരു ബീനാമ്മയുണ്ട്. ആ ബീനാമ്മയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ. അതുപോലെ തന്നെ ഡോക്ടറെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ബീനാമ്മയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് ബീനാമ്മയുടെ കടന്നുപോക്കിൽ ഓരോരുത്തർക്കുമുള്ള മെസ്സേജും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായി. ബീനാമ്മയുടെ കടന്നുപോക്ക് ഡോക്ടറും കുടുംബത്തിനും വലിയൊരു നഷ്ടം തന്നെയാണ്. ഡോക്ടറുടെ ഓരോ വീഡിയോയും മെസ്സേജും ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അത് കാണുമ്പോൾ സങ്കടമാണല്ലേ. എന്തായാലും ആ നഷ്ടത്തിൽ ഡോക്ടർ തളർന്നു പോകരുത്. ഡോക്ടറും കുടുംബവും പിന്നെ ഇതെല്ലാം തരണം ചെയ്യാനായിട്ടൊരു മനസ്സ് ദൈവം അവർക്ക് കൊടുക്കട്ടെ. ഡോക്ടർ ഹൃദയത്തിൻ്റെ ഒരു വേദന, ഒരു നീറ്റൽ എത്രയാണെന്ന് നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് നേരിട്ട് അന്നത്തെ ആ ദിവസം, ആ ബീനാമ്മയുടെ മരണ ദിവസം ഡോക്ടറെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഒരു കടലെല്ലാം കൂടെ ഡോക്ടറുടെ കണ്ണുകളിൽ വന്നിരിക്കുകയാണെന്ന്. അത്രമാത്രം ഡോക്ടറുടെ കണ്ണുകളിലായിരുന്നു ഡോക്ടറുടെ സങ്കടം മുഴുവനും വഹിച്ചു വെച്ചിരുന്നത്. കാരണം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു വിങ്ങിപ്പൊട്ടാതെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതെനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. എന്തായാലും ഡോക്ടറെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഡോക്ടർ അമ്മയുടെ വേദനയിൽ വിഷമിക്കുന്നത് പോലെ എല്ലാവരും വിഷമിക്കുന്നുണ്ടെന്നറിയാം. ആ അമ്മയുടെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഡോക്ടറുടെ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ.